ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്നിപ്പോൾ നല്ല അടിപൊളി സ്ഥലത്താണ് കേട്ടോ. കാരണം പോകുന്ന വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. മലയോരവും കാടും എന്താ പറയുക എല്ലാം കൊണ്ടും നിറഞ്ഞ നല്ല വ്യത്യസ്തമായൊരു സ്ഥലത്ത് കൂടി നമ്മൾ പോകും കേട്ടോ. അത് മറ്റെവിടെയല്ല, നമ്മളെ ഊട്ടിയെപ്പോലെ നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു കാറ്റും എല്ലാമുള്ള ഒരു സ്ഥലം. അതെ, നമ്മുടെ മിനി ഊട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. മലപ്പുറത്താണിത്. മലപ്പുറത്തുള്ള മിനി ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഊട്ടി തന്നെയാണിത് കേട്ടോ. നല്ല തണുപ്പ് നല്ല കാറ്റുമാണ് അവിടെ. അത് മലനിരയാണ്. അവിടെ നമ്മൾ എന്താ പറയുക, നമ്മളെ കൊണ്ടോട്ടി കോഴിക്കോടിലെ എയർപോർട്ടല്ല, വിമാനം ലാൻഡ് ചെയ്യുന്ന അത് കാണാം. വിമാനം ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാം. അവിടെ നിന്നാൽ രണ്ട് മിനി ഊട്ടി ഉണ്ട്. ഒന്ന് മിസ്റ്റി ലാൻഡ് പാർക്കിൻ്റെ അതുണ്ട്. അതല്ല, അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഈ മിനി ഊട്ടിയിലേക്ക് എത്തും കേട്ടോ. അവിടെയാണ് കാണാനുള്ളത്. മറ്റു കുട്ടികൾക്ക് കളിക്കാനും പിന്നെ അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെയാണുള്ളത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കയറി, അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയപ്പോൾ ജസ്റ്റ് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമുക്കത് ഉഷാറായിട്ടോ. പോണ വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, രണ്ട് സൈഡും കാടുകളാണ്, മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. വേറെ ഒന്നും ഇവിടെ കാണില്ല. പക്ഷെ റോഡാണ് കുറച്ച് മോശം കേട്ടോ. കുറച്ച് നല്ലോണം മോശമാണ്. കാരണം ആ റോഡ് അങ്ങനെ പറ്റുള്ളൂ. എന്താ വെച്ചാൽ വലിയ വലിയ വണ്ടികളും ഈ കോറി ആണ് അവിടെ കാര്യമായിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കോറിയുണ്ട്. അപ്പോൾ ഈ കോറിക്ക് വരുന്ന ലോറികൾ വരുന്നത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞാകെ തേക്കുന്നത്. അതുകൊണ്ടാണത് നന്നാക്കിയാലും അത് നന്നാവാത്തത്. അപ്പോൾ ഈ റോഡ് പറ്റ മോശമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഈ റോഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രക്കും ഭംഗിയാണ് അവിടെ കാണാൻ. അങ്ങനെ നമ്മളവിടെ ചെന്നിറങ്ങിയതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. രണ്ട് പാർക്കിംഗ് കേട്ടോ ഈ മിസ്റ്റി ലാൻഡിൽ. നമ്മൾ രണ്ടാമത്തെ പാർക്കിങ്ങിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ നല്ല നിരപ്പായ എന്ത് ഭംഗിയാ അറിയാം. ഒന്നായിട്ട് നമ്മളവിടെ ആ ഭാഗം നല്ല ക്ലിയറായി കാണുന്നു. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായി പോണത്. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ അതൊക്കെ പാർക്ക് ഏരിയയാണ് കേട്ടോ. നമ്മൾ രണ്ട് വീട്ടുകാരുണ്ട്. അതായത് അമ്മോശാൻ്റെ അനിയൻ്റെ മക്കളുണ്ട്. ഓക്കെ, ഹസ്ബൻഡുണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ പോന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് വണ്ടിക്കാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ അവിടെ ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തിങ്ങനെയാണ് പോട്ടോ. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 10 വയസ്സിൻ്റെ താഴെ കുട്ടികൾക്ക് വേണ്ട ടിക്കറ്റ്. അങ്ങനെ നമ്മളവിടെ കാത്തിക്കണം. അപ്പോൾ വെറുതെ അവിടെ പാർക്കൊക്കെ ഒന്ന് കാണാതിരിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരിക്കുകയാണ്. കാരണം ടിക്കറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഈ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, കണ്ടോ, ഒക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുക കേട്ടോ, കോട. അങ്ങനെ നമ്മളത് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞിട്ടില്ല. വിട്ടെടുക്ക്, വീഡിയോ എടുത്താലും വിട്ടെടുക്ക്. മക്കളെ വിളിച്ചാവല്ലേ, അതാണല്ലേ. അതേപോലെ കൊടുത്താൽ മതിയല്ലേ. അയ്യോ, പെട്ടെന്നല്ല പോരലൊക്കെ ഉണ്ടായത്. നോക്കണ്ടേ, അടിക്കൊക്കെ ഞാൻ ഒരു പ്രശ്നമില്ല. അപ്പൊ നല്ല പേടിണ്ട്. കുതിരല്ലോ ഇതിനുള്ളിൽ കൂടെ നോക്ക്. ചോടിയൊക്കെ ഉണ്ടാവില്ലേ കൂടെ അങ്ങനെ നോക്കാം. നിങ്ങൾ അങ്ങോട്ട് വെക്കണ്ട, പുറത്ത് പോയിക്കളി. ഞാനല്ല, മൂത്തമ്മ എനിക്ക് പേടിയൊന്നുമില്ല. മൂത്തമ്മക്ക് പേടി.
രണ്ടാം പഠിച്ചിക്ക പോന്നോളികള്. എത്ര ലോഡ് ചെക്ക് എങ്ങനെ ഉണ്ടാവും? വീഡിയോ എടുക്കി. ഇതെന്തി പേടിച്ചിരുന്ന? ആ പേടിച്ചല്ലേ? ആണോ? ഇത് കൊറേ നേരം ഇത് പേടില്ലട്ടാ, മറ്ററിയാൻ പേടി. ആ ചവിട്ടുമ്പോ പൊട്ടി വീണുണ്ടല്ലോ, അത് ഭയങ്കര പേടിയായിക്കാരോ. ഇവിടെ ചൈനയിലൊക്കെ ഉണ്ടല്ലോ ചവിട്ടുന്ന സമയത്ത്. അതെ, ഇത് പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേറെ കാണുന്നുണ്ടെങ്കിൽ രസമായി. നമുക്ക് ഒഴിഞ്ഞു വരാറിയ പിന്നെ
ചിലതുണ്ടല്ലേ ചവിട്ടുമ്പോ ഇങ്ങനെ മാറണതേ ആ പൊട്ടണതൊക്കെ അതൊക്കെ ഭയങ്കര പേടി. അത് ഇതാണ് അത് വെറുതെ വലിച്ചു കൊണ്ടുപോലാണ് ലൈമിലൊക്കെ അങ്ങനത്തെ വെറുതെ വലിച്ചു കൊണ്ടുപോലാണ്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിമെന്നൊക്കെ നമ്മൾ ഇറങ്ങിട്ടോ. അവിടുത്തെ ലഹളയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പിന്നെ വോയിസ് കൊടുക്കേണ്ടി വന്നില്ല. കാരണം അത്രക്കും ഭംഗി പിന്നെ ആ ഒരു എന്താ പറയുക അവിടെയുള്ള ഒച്ചമ്പിളി അതൊരു ഭംഗി വേറെ തന്നെയാണ്. കാരണം ഓരോരുത്തർക്ക് പേടിയായിട്ട് അവിടെ ഒച്ചമ്പിളി ഇടുന്നതും എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് ഞാൻ ഓഫാക്കിയില്ല. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ നേരെ താഴെ വന്നു. പിന്നെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അത് ചെറുതാണ്, പക്ഷെ അത് ഇത്ര നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത് കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നിൽക്കാം. മറ്റേ കുറച്ചേ പോകുന്നുള്ളൂ. അങ്ങനെ അവിടെ കുതിര സവാരിക്ക് കുതിരനൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പക്ഷികളെ അടുത്തേക്ക് പോകണമെങ്കിൽ പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. നമുക്കതിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. കാരണം പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിട്ടും പക്ഷികളെ തലയിൽ വെച്ചിട്ടും കയ്യിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. 50 രൂപയാണ് വില എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിട്ടില്ല. കാരണം ഇതിന് മുമ്പ് കുറേ അതിൽ കയറി നമ്മൾ അതൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് അത് കാണാൻ പോയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ മോൾക്കൂടെ എല്ലാം റോപ്പ് വേണ്. അതിൽ നമ്മൾ കയറിയില്ല. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന പൈസക്ക് നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് അത് നമ്മൾ കയറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോരുകയാണ് അവിടെ നിന്ന്. വേണ്ടോ, ഇവിടെ ഒരു മുള ഉണ്ട്, ബാമ്പു മുള. ഈ മുള ഉണ്ടോ, നല്ല ഭംഗിയാട്ടോ. ഈ മുളൻ്റെ തടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പണ്ടുള്ള മേശകൾക്കൊക്കെ ഉണ്ട്, ഈ ഉൺമേശക്കൊക്കെ ഉണ്ട് ഇതേപോലെ വർക്കില്ല കാലുകൾ കേട്ടോ. പണ്ടുള്ള മേശകൾക്കൊക്കെ ഇതേപോലത്തെ കാലുകളായിരുന്നു. ഇപ്പോൾ ചില ഊൺമേശകൾക്കൊക്കെ ഉണ്ട്. ആ മുളപ്പം ഞങ്ങളും നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിടിപ്പിച്ചിട്ടുള്ളൂ. നല്ല ഭംഗിയാണ് ആ മുള കാണാം. അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുകയാണേ. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ ഒറിജിനൽ മിനി ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് മിസ്റ്റി ലാൻഡാണ്. അതായത് കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഈ മിസ്റ്റി ലാൻഡാണിത്. എല്ലാവരും അവിടുന്ന് തിരിച്ചു പോരുന്നത്. കുട്ടികളെ കൊണ്ട് പോലൊക്കെ പിന്നെ ഇതാണ് കേട്ടോ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും നമുക്കൊന്ന് കാണാം. പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കയറി കണ്ടു പോന്നു. എല്ലാവരും ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെ പാർക്കിൽ അത് കാര്യമായിട്ട് ഈ ബ്രിഡ്ജ് കയറാൻ വരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ പാർക്കിക്കായിട്ട് വരുന്നവരല്ല. ഞങ്ങളും ആദ്യമായിട്ടാണ് ബ്രിഡ്ജ് കയറുന്നത്. നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ ഈ ചൈനയിൽ അവിടെയൊക്കെ ഉണ്ടല്ലോ അത് ഈ ചവിട്ടുമ്പോൾ അതിങ്ങനെ പൊട്ടണ പോലെ അതുപോലെയല്ല. അതാണെങ്കിൽ തീരെ കയറിയില്ല കേട്ടോ. ഇതുമ്പോൾ തന്നെ കയറാൻ ആൾക്കാരും മടിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ വീണ്ടും എന്താ പറയുക വണ്ടിയിലോട്ട് തന്നെ കയറി പോവണേ. പോകുമ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ഒറിജിനൽ മിനി ഊട്ടിയിലേക്ക് പോകണം. ഓക്കെ, ഇതിൻ്റെ ഈ വണ്ടി നിർത്തിയ ബാക്ക് ഭാഗം കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഭാഗത്തേക്കാണ് വെച്ചെങ്കിൽ കൂടുതൽ ഭംഗിയായിരുന്നേ. പക്ഷേ ഈ ഭാഗം മൊത്തം ഇതാണ്, പാറക്കൂറിയാണ്. പാറക്കൂറികളൊക്കെ കാണുന്നുണ്ട്. ഈ എല്ലാ സ്ഥലത്തും എത്ര പാറക്കൂറിയാണ് അവിടെ കിടക്കുന്നത് അറിയോ. അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ഒറ്റ പൊളിഞ്ഞ് പോരുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മിനി ഊട്ടി ഒന്ന് വന്നോ കേട്ടോ. ശരിക്കും ഒറിജിനൽ ഒരു മിനി തന്നെ അല്ല ഊട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് മിനി ഊട്ടി എന്നുള്ള പേര് വന്നതന്നെ കേട്ടോ. അങ്ങനെന്താ നമ്മൾ പോവണേ കണ്ടോ. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പലതരം ചേമ്പ് കണ്ടോ, കാഴ്ചക്ക് പറ്റിയ നല്ല ചേമ്പുകളൊക്കെ ഉണ്ട്. അത് കഴിക്കാൻ പറ്റില്ല എന്നാ പറയണത് കേട്ടോ. എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പോകുന്ന വഴികൾ നല്ല രസമാണ്. നമുക്ക് ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല, നമുക്ക് ഒറിജിനൽ കാണുമ്പോൾ അറിയാലോ. എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതൊക്കെ അറിയാലോ. ഒക്കെ കോട മൂടി കിടക്കാം. ഇത് കോട കുറവാണ് കേട്ടോ. നല്ല കോടല്ല. മഴ പെയ്താൽ പിന്നെ കണ്ണ് കാണില്ല, അങ്ങനത്തെ കോട ഉണ്ടാവും. നമുക്ക് അന്ന് പോയെന്ന് മഴ ഇല്ലായിരുന്നു, മൂടലുണ്ടായിരുന്നു. പക്ഷേ മഴ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കോട കുറവായിരുന്നു. ചെറിയ കോടകൾ മാത്രമേ ഉള്ളായിരുന്നു. കണ്ടോ അവിടെയൊക്കെ കോട മൂടി കണ്ടോ. ഈ ഒരു കോട മാത്രമേ നമുക്ക് ഒന്ന് അനുഭവിക്കാൻ കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാതെ തിരഞ്ഞു നടക്കുക കേട്ടോ. നല്ല ചായപ്പീടി എവിടെയാണെന്നുള്ളത് ചായ കുടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം 8 മണി വരെ ഉള്ളൂ മിനി ഊട്ടിയിലേക്ക് അവിടെ നിൽക്കാൻ പറ്റുക. 8 മണി കഴിഞ്ഞാൽ അവിടെ ക്യാഷ് കൊടുത്ത് അവിടെ റൂം എടുത്തവർക്ക് മാത്രമേ 8 മണി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കാൻ പാടുള്ളൂ. 8 മണി കഴിഞ്ഞൊക്കെ പുറത്തിറങ്ങിക്കോണം. അപ്പോൾ മാക്സിമം എന്നാലും നമുക്ക് നല്ലോണം അത്യാവശ്യം നല്ലോണം നമുക്ക് അവിടെ ചിലവഴിക്കാൻ സമയം കിട്ടും. നേരത്തെ പോകണം, എന്നാൽ നമുക്ക് നല്ലോണം അവിടെ സമയം ചിലവഴിക്കാൻ കിട്ടും.
ക്യാഷ് കൊടുക്കാത്ത നമ്മൾ റൂം എടുക്കാത്തതുകൊണ്ട് അവിടെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ പറയുക, അവിടെ പ്രത്യേക സ്ഥലം ഉണ്ട്. ആ മുകൾ ഭാഗത്ത് ആ റൂമിൻ്റെ ഏരിയ, അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ഉണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഉപയോഗിക്കാറ് അധികം ഒന്നുമില്ല, 1500 രൂപയ്ക്കേ ഉള്ളൂ ഒരു ദിവസത്തെ റൂമിന്. നമുക്ക് എന്നാൽ ഫാമിലിയൊക്കെ പോയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് ചൂടുകളൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കോഴി ചൂട്, അതൊക്കെ ചെയ്ത് പോരാ കേട്ടോ. പക്ഷേ അന്നൊരു ദിവസം പോകണം അങ്ങനെ കരുതുന്നുണ്ട്. എത്ര പ്രാവശ്യം പോയാലും നമുക്ക് മടുപ്പില്ലാത്തൊരു സ്ഥലമാണത് മിനി ഊട്ടി. ഞാനും ആദ്യമായിട്ടാട്ടോ പോണത്, കണ്ടപ്പോൾ ഇനിയും പോകാൻ തന്നെയാണ് ആഗ്രഹം. കാരണം അവിടുത്തെ തണുപ്പ് അത്രക്കും നമുക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. ഈ പോകുന്ന വഴി തന്നെ കണ്ടില്ലേ, വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വീടോ കാര്യമോ ഒന്നും അങ്ങനെ കാണില്ല കേട്ടോ. ഇടയിലൊക്കെ ഓരോ വീടുകളുണ്ട് എന്നല്ലാതെ അല്ലാതെ വീടുകളില്ല. ചുറ്റും മരങ്ങളും വള്ളികളും കാടും. ഞാൻ പറഞ്ഞില്ല എങ്ങനത്തെ ഒരു പിന്നെ ഇതിൽ കൂടി നമ്മൾ പോവുക. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഫീലുകളൊക്കെ അനുഭവപ്പെടും. അത്രക്കും ഭംഗിയാണേ. ഇനിയിപ്പോൾ സ്ഥലം അറിയില്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ മാപ്പ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എളുപ്പ വഴി കൂടിയൊക്കെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞറിയാനും എനിക്കറിയില്ല. നമ്മൾ മിനി ഊട്ടിയിൽ അടിച്ചു കൊടുത്തു, അങ്ങനെ പോകുന്ന കേട്ടോ. കണ്ടോ, നമ്മൾ മെയിൻ ഗേറ്റിലെത്തി, അവിടെ ഒരാളുണ്ട്. അപ്പോൾ നമുക്ക് ചെക്കനൊക്കെ പരാതി കൊടുക്കും. 10 വയസ്സായ പിന്നെ കുട്ടികൾ കൊടുക്കും. അഡൾട്ട് 50, ചിൽഡ്രൻ 25, കിഡ്സ് ബിലോ 3 years ഫ്രീ. സെക്യൂരിറ്റിക്കാണ് ഭയങ്കര കേട്ടോ. എന്താ വെച്ചാൽ അയാളൊരു നിലക്ക് നമ്മളെ ഇതാവില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വാശിക്കാരൻ. നമ്മൾ മാന്യമായിട്ട് അയാളോട് സംസാരിക്കണം. പക്ഷെ അയാളിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടൊക്കെ സംസാരിക്കണവരാണ്. അയാൾ ലേശം വെള്ളം അടിച്ചിട്ടുണ്ട്. ഒന്നാമത് അതാണ് കേട്ടോ, വെള്ളം അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. നല്ല വ്യൂ പോയിൻ്റാണേ, നല്ല അടിപൊളി. ഇവിടെയാണ് നല്ല കോട. നമുക്ക് പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് പിന്നെ വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലം, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഉള്ളിലുണ്ട്, മുകളിൽ പോയാൽ പാർക്കിംഗ് സ്ഥലമുണ്ട്. ഇവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് വണ്ടി ചാർജ് ഇടാൻ സ്ഥലമുണ്ട്. കാരണം ഈ വീഡിയോ കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ. ലോങ് എന്താ പറയുക, ഒന്നും നമുക്ക് ചുരുക്കാനില്ല. ഇതിൽ ഒക്കെ നമുക്ക് കാണേണ്ട സ്ഥലമാണ്. എന്നിട്ട് തന്നെ ഞാൻ കുറേ ചുരുക്കിയിട്ടുണ്ട്, കുറേ സ്പീഡ് കൂട്ടിയിട്ടും ചുരുക്കിയിട്ടുണ്ട്. ചുരുക്കാനില്ല എന്ന് തന്നെ പറയാം. കാരണം ഒക്കെ കാണാൻ പറ്റിയ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടോ, നമ്മളങ്ങനെ അത് കാണാൻ പോവാട്ടോ. ഇവിടെ നല്ല കോട ഉണ്ടാവുക. പക്ഷെ നമുക്ക് ആ കോട കിട്ടിയില്ല കേട്ടോ. അന്ന് മഴയില്ലാത്തതുകൊണ്ട് കോട കണ്ടില്ല. പക്ഷെ അതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് വേറെ സുഖം ഉണ്ടായിട്ടോ. നമുക്ക് ഉഷാറായിട്ട് നമുക്ക് എല്ലാം ചുറ്റി കാണാനും ഒക്കെ ഒന്ന് കണ്ടു കേട്ടോ. അവിടെയാണ് ആ കാണുന്ന ഭാഗമാണ് നമ്മളെ. അത് രാത്രി ശരിക്ക് കാണും കേട്ടോ. രാത്രിയല്ല, കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ ശരിക്ക് കാണും വിമാനം ലാൻഡ് ചെയ്യുന്നത്. വിമാനം വരുന്നതും വിമാനം ലാൻഡ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ സ്കിപ്പ് അടിച്ചാതെ കാണുക, കാരണം ഒക്കെ കാണേണ്ടതാണ്. നമുക്ക് സ്പീഡ് കൂട്ടിയിടാനും ഒന്നിനും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അടിപൊളി. എന്താ പറയുക, മേഘങ്ങളും വ്യൂ. മിനി ഊട്ടിയാണ്, മിനി ഊട്ടി ഇട്ടാ ലൈവ് പോകാൻ അവിടെ കിട്ടും. നോക്കട്ടെ കേട്ടോ, കഴിഞ്ഞാണ്ട്
ആ ഇതൊക്കെ ആ ലൈറ്റ് എന്താ പറഞ്ഞു അറിയില്ല. പക്ഷെ മുകളിലാകുമ്പോഴല്ലേ അവിടക്കിലേ കിട്ടുള്ളൂ. മുകളിലൊക്കെ ആകുമ്പോഴേ അവിടക്കിലേ കിട്ടുള്ളൂ. ഓ ഇത് കിട്ടുന്നില്ല കേട്ടോ. കയ്യിൽ കിട്ടുമോ ആ ലൈറ്റ്? കിട്ടാതെ അത് വീഡിയോ കിട്ടൂല. കിട്ടുന്നില്ല. ഇത് റൺവേ ഇത്ര അടുത്തല്ലേ? വീഡിയോ ശരിക്കും പറഞ്ഞാൽ ലൈവ് പോകുമായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. പക്ഷേ ഞാൻ നോക്കി ലൈവ് പോരാൻ. പക്ഷെ എനിക്ക് നെറ്റ് സ്പീഡ് കിട്ടണേ ഇല്ല, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് ലൈവ് ഒഴിവാക്കിയതാണ്. ഇത് അതിൻ്റെ താഴേക്ക് പോകാൻ കേട്ടോ. ട്രീ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത്. താഴേക്ക് പോകുമ്പോൾ വഴിയുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇവിടെ തന്നെയാണ് കേട്ടോ. താഴേക്കാണ്. അവിടെയൊക്കെ ട്രീ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതിലേക്കാണ് ഈ പോണത്. പക്ഷേ ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ കുട്ടികളൊരിക്കലും അതല്ല എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ചെറിയ മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ രണ്ട് സൈഡും കാടാണ്. രണ്ട് സൈഡെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ അവിടെ നിന്ന് വിളിച്ചാൽ പോലും അവിടെ നിന്ന് കേൾക്കാൻ ആളില്ല. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. കാരണം ഇന്നത്തെ കാലമാണ്, ഇന്നത്തെ സമൂഹമാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ ഇരിക്കണമെന്ന് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഫാമിലി ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. പിന്നെ ആ ഭാഗത്തേക്ക് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് എന്താ പറയുക ഒന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു അവരുടെ പേരൻസിനോട്. കാരണം ഒരു 8 വയസ്സ് ആയ പെൺകുട്ടിയാണ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം കുട്ടികളായാലും ആരായാലും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇവിടെ ട്രീ ഹൗസ് പറഞ്ഞ ചെറിയൊരു വീടുണ്ട്. ഒരു ടാങ്ക് കെട്ടിയ പോലെ ഒരു ചെറിയൊരു വീട്, അതാണ് ട്രീ ഹൗസ്. അതൊക്കെ വാടക കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ചുറ്റും ഫ്രൂട്ട്സ് തൈകൾ നല്ലോണം കുഴിച്ചിട്ടുണ്ട്. ഇത് മൊത്തം അവരെ ഏരിയ ആണിത്, ഏക്കർ കണക്കിനുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സുകൾ കാര്യമായിട്ട് ഫ്രൂട്ട്സുകളും പിന്നെ വേറെ എന്തൊക്കെയോ മരങ്ങളും ഉണ്ട്. അതായത് ഇതിൻ്റെ അടുത്തൊക്കെ ഫ്രൂട്ട്സ് തൈകളാണ് കേട്ടോ. വെറുതെ എന്താ പറയുക, ഈ സ്റ്റാർ പുളിയൊക്കെ ഉണ്ട് അങ്ങനെ കൊഴിഞ്ഞാടി കിടക്കുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സ് അങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. വേണ്ടോ, അങ്ങോട്ട് പോകാനേ പേടിയാണ്. മലങ്കാട് എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ കൂട്ടത്തിൽ കൂടെ നടന്ന് നമുക്കുണ്ട് വ്യായാമം ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. കൂട്ടത്തിൽ കൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ ബോറടിക്കില്ല. എന്നാൽ നടക്കാൻ നല്ലോണം ഉണ്ടാകും, കാണും ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ പറ്റും. അല്ലാതെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ട്രീ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഇത് ഒക്കെ കാണണേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും കാണുന്നില്ല. ഏതായാലും കാണാനുള്ളതൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒന്നും വല്ലാതെ അല്ല. പിന്നെ എന്താ വെച്ചാൽ ഇവിടെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ എടുത്തത്. കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണും ചെയ്യാമല്ലോ, അത്രയേ ഉള്ളൂ. പുല്ലും പാടവും മലയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ശരിയാക്കാനുണ്ട്. എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്താണെന്ന് അറിയില്ല. ഏതായാലും കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരിയായി വരേക്കും. സാവധാനം കുറേശ്ശൊക്കെ റെഡിയാക്കി വരികയാണ്. നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഈ മിനി ഊട്ടിയൊക്കെ പോകുന്നതായിട്ടോ. കുട്ടികളെയും മക്കളെയൊക്കെ എല്ലാവരെയും കൂട്ടിയിട്ട് നല്ല അടിച്ച് പൊളിക്കുക. റൂമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുകയും ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങി പോകേണ്ട ആവശ്യമില്ല. 8 മണിയായി അവിടുന്ന് പുറത്തടിച്ചു. അവിടെ പാർക്ക് വരുന്നുണ്ട്. പാർക്കും തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ. ബാക്കിയൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ കിടന്ന് നമുക്ക് പാർക്കും ഉണ്ട്. വലിയ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും ഉണ്ട്. നടക്കേണ്ടവർക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട്. കാഴ്ച കണ്ടിരിക്കുന്നവർക്ക് കാഴ്ച കണ്ടിരിക്കാം. എല്ലാം അവിടെ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ ഐസ്ക്രീമും എല്ലാം അത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ വന്നാൽ എല്ലാം കൊണ്ടും നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ഫീലാണ്. കോഴിയൊക്കെ ചുട്ട് നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് അവിടെ കിട്ടും.
എൻ്റെ മക്കളാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവരാണ് ഇറങ്ങി പോയിട്ട് അവിടെ പോയി വീഡിയോ പിടിച്ച് പോകുന്നത്. സ്റ്റെപ്പുകളുണ്ടോ ഒക്കെ, കാരണം ഇത് വെറും ഒരു മലയല്ലേ, അപ്പോൾ ഈ സ്റ്റെപ്പ് കെട്ടാലേ അത് പറ്റുള്ളൂ. പക്ഷെ നല്ല വഴിയാണ്, കെട്ടിപ്പടുത്തുണ്ടാക്കിയ നല്ല വഴി റോഡാണ്. അവൻ കുഴങ്ങിട്ടാ, ആള് കുഴങ്ങി. കാരണം ആരും കുഴങ്ങും, കാരണം കയറ്റല്ലേ. അങ്ങോട്ട് സുഖമാണ്, ഇറക്കാവും. ഇങ്ങോട്ട് പിന്നെ കയറ്റാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവരെ കാണാഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം പേടി തന്നെയാണ്. നമ്മൾ കയറി. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ നല്ല ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ഈ സ്റ്റാർ പുളി ഉണ്ട്, അങ്ങനെ ഓരോ ഫ്രൂട്ട്സുകൾ നിറയെ കുഴിച്ചിട്ടുണ്ട്. ചെറുതൊന്നല്ലൊക്കെ വലിയ വലിയ ഫ്രൂട്ട്സ് കൊടുന്ന് കുഴിച്ചിട്ടേക്കുക. അതായത് കായ്ച്ചാനായ തൈകൾ കൊടുന്ന് കണ്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. നല്ലൊരു കയറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെറൈറ്റി ഒരു പുല്ല് കണ്ടു കേട്ടോ. ആ പുല്ല് എന്താന്ന് നോക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല രസമുള്ളൊരു പുല്ല്. അങ്ങനെ മക്കളവിടെ എന്താ പറയുക, അവിടെ ചുറ്റിക്കറങ്ങാണ്. അമ്മായിയും മരോളും വരുന്ന കണ്ടാൽ ഞങ്ങളടുത്തൊരു ഭാഗം പാർക്കിലൂടെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അവനക്ക് കറക്കാനൂടി അറിയില്ല. ഇവൻ ഇതാണ് മോനോട് ഫസ്റ്റ് എടുക്കാൻ. മോനു ആക്കൂ തുടങ്ങിട്ടോ. ജിം ആരാ മാമനെ മതിയോ? അങ്ങനെ അതാ വൈകുന്നേരമായിട്ടോ, ഈവനിങ് ആയി തുടങ്ങിയ കണ്ടോ. ആകെ ഒരു ഇത് വൈകുന്നേരം ആകെ ഇതുണ്ടല്ലോ. അപ്പോൾ അതവിടെ വിമാനം ഇറങ്ങാൻ തുടങ്ങിട്ടോ. ആ വിമാനത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെന്നതിന് ശേഷം കുറേ വിമാനം അവിടെ വന്നിട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ഇങ്ങനെ വന്ന് അത് ഇറങ്ങുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടോ, ആ മനകളൊക്കെ കാണാൻ എന്ത് ഭംഗിയില്ലേ.
കോട മൂടിയിട്ട് ഇങ്ങനെ താന്നും പൊന്തി കിടക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ വിമാനം താന്ന് നമ്മളെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ റൺവേ കാണാൻ തുടങ്ങി. ഉണ്ട് നല്ല ലൈറ്റുകൾ കണ്ടില്ലേ, അതാണ് റൺവേ. കോഴിക്കോട് റൺവേ ആണ് നമ്മൾ ഈ മിനി ഊട്ടിയിൽ നിന്ന് കാണുന്നത്. ഓക്കെ, അത്ര അടുത്താണ് കേട്ടോ. വളരെ കുറഞ്ഞ ദൂരേ ഉള്ളൂ തോന്നുന്നു. 10-20 കിലോമീറ്ററോ 12 കിലോമീറ്ററോ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തോന്നുന്നു എനിക്ക് കേട്ടോ. അധികം ശരിക്കും ഓർമ്മയില്ല. ഏതായാലും വലിയ ദൂരമല്ല. അതുകൊണ്ടാണ് അത്ര അടുത്തായിട്ട് കാണുന്നത്. നമുക്കിവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ റൺവേ കാണാം. സൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വിമാനം ഇറങ്ങുന്നത് മാത്രം ഒന്ന് സൂം ചെയ്തെടുത്തുന്ന് മാത്രം. മിനി ഊട്ടിയിലെ രാത്രി വൈബ് കണ്ടോ. റൺവേ രാത്രിയിൽ റൺവേ ശരിക്ക് കാണാം കേട്ടോ. നമ്മളെ കോഴിക്കോടുള്ള റൺവേ ആണ് ഈ കാണുന്നത്. മിനി ഊട്ടിയിൽ അടുത്ത്. ഞാൻ എൻ്റെ എടുത്തിന് അതറിയില്ല, മക്ക എടുത്തറിയില്ല. അപ്പം നമ്മളിതാ എല്ലാവരും ആ ഫ്ലൈറ്റ് ഇറങ്ങണത് എന്താ പറയുക, വീഡിയോ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ സൂം ചെയ്തെടുക്കുന്നതും ഒക്കെ നല്ല തിരക്കല്ലോ. ഒരുപാട് പേരുണ്ട്. നല്ല രസമാണ് കേട്ടോ വിമാനം ഇറങ്ങുന്നത് കാണാനും നിനക്ക് കേട്ടോ. നല്ല എന്താ പറയുക, വൈകുന്നേരം നല്ല രസമാണ് കേട്ടോ. പല ലൈറ്റുകളും അതുവരെ ഒരു വീടോ ഒന്നും അവിടുന്ന് കാണുന്നില്ലേനു കേട്ടോ ആ താഴെ. പക്ഷെ രാത്രി ആയപ്പോഴാണ് ലൈറ്റുകൾ ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെയൊക്കെ വീടുകളുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ അതവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഫ്ലൈറ്റുകൾ. ഒന്ന് ഇറങ്ങുമ്പോഴത്തിന് അടുത്തത് വരുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ പകലൊന്നും അങ്ങനെ ഫ്ലൈറ്റ് ഇരുന്ന് കണ്ടില്ല കേട്ടോ. കണ്ടോ ആ ലൈറ്റ് കണ്ടില്ലേ. കണ്ടോ അവിടെയൊക്കെ ലൈറ്റ് കത്തി. രാത്രി വൈബ് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. എവിടെ പോയാലും രാത്രി വൈബ് ഒരു പ്രത്യേക രസം തന്നെയാണ്. ആ ലൈറ്റും കാര്യങ്ങളും എല്ലാം. ഇത് കോടയും കൂടി മൂടിയ ഭയങ്കര ഭംഗിയാട്ടോ. കോട മൂടുന്ന ദിവസങ്ങൾ ഭയങ്കര തിരക്കാണ് അവിടെ. ഇതിപ്പോൾ മഴയല്ലാത്തതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് സ്കൂളുകളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. ഒഴിവുള്ള അവസരങ്ങളിൽ പിന്നെ അങ്ങോട്ട് കിടക്കും വേണ്ട, അത്രക്കും തിരക്കാണ്. ഇവിടെ പാർക്കും കൂടി വന്നാൽ പിന്നെ തിരക്ക് പറയേണ്ടിയും വരില്ല. ഈ റൺവേൻ്റെ ഒക്കെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ മരുമോളെ വീട്. ഈ റൺവേൻ്റെ അടുത്ത് കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നിന്ന് കുറച്ചിനെ പോയാൽ എൻ്റെ മരുമോളെ വീടെത്തി. പറമ്പിൽ പീടിക എന്നറിയും. ഇതിൻ്റെ അടുത്ത് കൂടിയാണ്, ഈ റൺവേൻ്റെ താഴെ റോഡിൽ കൂടിയാണ് നമ്മൾ അവളെ വീട്ടിലേക്ക് പോവുക. വേറെ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് വിമാനം അവിടെ റൺവേയിൽ കൂടെ പോകുന്നത്. രാത്രി ആകുന്തോറും നമുക്ക്
ഭംഗി കൂടി വരിക. മഴക്കെല്ലാം ഒരിക്കലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ അങ്ങനെ മാഞ്ഞു പോയി. മഴ പെയ്യുന്നതിന് കുഴപ്പമില്ല, നമ്മൾ മഴക്കോട്ടൊക്കെ കൊണ്ട് പോയാൽ മതി. പിന്നെ ആ മഴക്കോട്ടിട്ട് കാണാൻ നമുക്ക് അവിടെ ഇങ്ങനെ നിന്ന് കാണാൻ കാഴ്ചകൾ കാണാം, മഴ കൊള്ളാനൊക്കെ നല്ല രസമാണ്. രാത്രി നല്ല ഭംഗിയാണ്. ഇപ്പം എന്തൊരു തണുപ്പാണ് അറിയോ, ഈ ടൈമിലൊക്കെ തണുപ്പ് കൂടി കൂടി വരുന്നൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ സമയമായി തുടങ്ങിയിട്ടോ. 8 മണിയായാൽ അവർ പുറത്ത് അടിച്ചു. അപ്പോൾ മാക്സിമം നമ്മൾ നേരത്തെ പോയി മുതലാക്കുക. നിൽക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ. നിൽക്കുന്നവർക്കാണെങ്കിൽ പിന്നെ അവിടെ നേരം വെളുക്കണ വരെ നമുക്ക് നിൽക്കാം. പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് പോരാൻ തോന്നൂല. അപ്പോൾ റൂമെടുത്ത് നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ. അത്രക്കും വൈബുമാണ്, അത്രക്കും ഭയങ്കര എന്താ പറയുക, കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. എന്താ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. എത്ര താഴ്ന്നാണ് ഇത് പോകുന്നത് അറിയോ ഫ്ലൈറ്റ്. നമ്മൾ ഫസ്റ്റ് കണ്ട വിമാനം എയർ ഇന്ത്യ ആയിരുന്നു കേട്ടോ. എയർ ഇന്ത്യ ഇറങ്ങുന്നതാണ് കണ്ടത്. അത്രയ്ക്കും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് എയർ ഇന്ത്യൻ്റെത്. എന്തായാലും അടിപൊളിയായിട്ടോ. ഇനി നമുക്കൊരു ദിവസം പോകണമെന്നുണ്ട്, അന്ന് നമുക്ക് ലൈവ് പോകാൻ നോക്കാം. പിന്നെ ഇത് പാർക്കാണ് കേട്ടോ. പാർക്ക് വെറുതെ മക്കളവിടെ കറങ്ങി കൊടുത്തിരിക്കണേ. പലതും ഉണ്ട്, പക്ഷെ ഒന്നും എന്താ പറയുക അവിടെ ഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും അവിടെ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടി വന്നാൽ അവിടെ അടിപൊളിയാവും. കാരണം കുട്ടികൾക്ക് പിന്നെ കുട്ടികൾ പുറത്ത് പോവുകയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വോയിസ് ഓഫാക്കാത്ത ഭാഗങ്ങളെ അത് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. വേണ്ട, രാത്രി എന്ത് ചെടികളും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, നല്ല ഭംഗിയോടെ രാത്രി. അങ്ങനെ മിനിയൂട്ടി നമ്മൾ ആദ്യമായിട്ട് കണ്ടു കേട്ടോ. കുറേ കാലമായിട്ട് മിനിയൂട്ടി കാണാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് പോരാൻ സാധിച്ചിട്ടില്ല. ഓരോ തിരക്ക് കൊണ്ട് നമുക്കന്ന് ഒന്നാമത് റോഡും മോശമായിട്ട് നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അന്നത്തെ വണ്ടി കൊണ്ട്. ഇപ്പോൾ പിന്നെ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് പോരാൻ പറ്റിയത്. നമുക്ക് നല്ല അടിപൊളിയായിട്ടില്ല എല്ലാ കാര്യങ്ങളും. കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, നിങ്ങളെ ഫീൽ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. അല്ലാത്തവരത് കണ്ടിട്ട് പോവാൻ നോക്കുക. ഓക്കെ, മിനിയൂട്ടി നടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അവിടേക്കുള്ള കുറുക്ക് വഴി കിട്ടും. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുട്ടികൾ മാറണേ ഇല്ല കേട്ടോ, ഐസ്ക്രീമായിട്ടും എല്ലാം. പക്ഷേ ഐസ്ക്രീമൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. പിസ്ത വാങ്ങി, പിസ്ത ടേസ്റ്റും ഇല്ല. പിന്നെ രസം സ്ട്രോബെറിയാണ്. ബാക്കി ഒരു ഐസ്ക്രീം ടേസ്റ്റ് ഇല്ല. ഐസ്ക്രീമല്ല, ഐസ്. ആണോ, വീണ്ടും നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെയാണ് വീണ്ടും നമ്മൾ ക്യാമറയും കൊണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം, മറ്റേ ഭാഗം അങ്ങനെയല്ല കേട്ടോ, നന്നാക്കിയിട്ടില്ല. ഈ ഭാഗത്ത് തന്നെയാണ് ഭംഗി കാണാൻ. ഈ ഭാഗത്തേക്ക് തന്നെയാണ് ക്യാമറ കൊണ്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് എയിൽ പോയാലും വീണ്ടും പിന്നെയും ക്യാമറയും കൊണ്ട് ഈ ഒരു സൈഡിലേക്ക് തന്നെ വരാൻ തോന്നുന്നു. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം പുതുപുത്തൻ വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ഇതേപോലത്തെ ഇതിന് മുമ്പ് കുറച്ച് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ TK കോളനി
അവിടേക്ക് ഒന്നും കൂടി പോകാൻ ആഗ്രഹമുണ്ട്. നമ്മളന്ന് കുളിച്ചിട്ടില്ലായിരുന്നു, ഇഷ്ടം പോലെ ആളുടെ ഒന്നും കുളിച്ചിട്ടില്ലേ. അപ്പോൾ ഇനി അവിടെ ഒന്നും കൂടി പോയിട്ടൊന്ന് കുളിച്ച് റെഡിയാക്കി പോരണം. അങ്ങനെ നല്ല നല്ല വീഡിയോസുകളൊക്കെ അതിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് കാണുക. അതിനൊക്കെ ഒരു കമൻറ്റും ലൈക്കും ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ തിരുത്താണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞു തരിക, നമ്മളതുപോലെ നമ്മൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ വെറുതെ നടക്കുന്ന വീഡിയോ കൊണ്ട് എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒക്കെ എൻ്റെ രസം കേട്ടോ. ഫോട്ടോഷൂട്ടിനും വെറുതെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ആണോ, ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ അടിച്ച് വെക്കുന്നത് കേട്ടോ. ബെല്ലൈക്കൺ അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കി കേട്ടോ. താങ്ക് യു, ബൈ ബൈ.